Hello guys, welcome back to Wakwo Learning, Dare to Learn Differently. So in our previous video, we discussed about types of prepositions. And today, we are going to explore about nouns. So what is a noun? It refers to a person's name, place, thing, idea or feeling. അതായത് ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ സ്ഥലം, വസ്തു, ആശയം അല്ലെങ്കിൽ ഒരാളുടെ വികാരം ഇതിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പേരുണ്ടാവും. അതിനെയാണ് നമ്മൾ നാമം അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ അവർ ഇംഗ്ലീഷ് ഗ്രാമർ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺ. നൗൺ തന്നെ പല ടൈപ്പിലുള്ളതുണ്ട്. എന്താണ് നിങ്ങൾക്ക് അറിയൂ? വരൂ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദി ഫസ്റ്റ് വൺ ഈസ് കോമൺ നൗൺ. സോ വാട്ട് ഈസ് എ കോമൺ നൗൺ? എന്താണ് ഈ കോമൺ നൗൺ? കോമൺ നൗൺ ഈസ് എ ടേം which we refers to a name, place, thing, idea or feeling in a general way. അതായത് നമ്മൾ ജനറലി പൊതുവേ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ പൊതുവേ നമ്മളൊരു പേരെടുത്ത് പറയാമെന്ന് പറയില്ലേ, അതിനെയാണ് കോമൺ നൗൺ എന്ന് പറയാം. വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാളെയോ വസ്തുവിനെയോ സ്ഥലത്തിനെയോ നമ്മൾ പറയുന്നില്ല. കോമൺ ആയിട്ടുള്ള പൊതുവേ നമ്മൾ പറയാമെന്ന് പറയുന്നില്ലേ, അതിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, let's take some examples of common noun. Boy, city, book, pen, etc. എന്താണ് നമ്മൾ ഒരു സംഭവത്തെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. ബോയ്, എനി ബോയ്, ഇറ്റ് ക്യാൻ ബി എനി ബോയ്. പൊതുവെ നമ്മൾ വിളിക്കുന്നൊരു നാമമാണ് ബോയ് എന്ന് പറയുന്നത്. സിറ്റി, ഇറ്റ് ക്യാൻ ബി എനി സിറ്റി വിതൗട്ട് ദർ ഈസ് നോ സച്ച് സ്പെസിഫിക്. So these are some of the examples of common noun. So the second one is proper noun. So what is a proper noun? Proper noun is a specific name of a person, place, thing, etc. അതായത് നമ്മൾ ഒരു വ്യക്തിനെയോ ഒരു സ്ഥലത്തിനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്ന പേരിനാണ് അല്ലെങ്കിൽ ആ ഒരു പദത്തിനാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് സം എക്സാമ്പിൾസ്. ഇപ്പോൾ നമ്മുടെ അക്കാഡമി സിറ്റുവേറ്റ് ചെയ്യുന്നത് ചങ്ങരംകുളം എന്ന സ്ഥലത്താണ്. സോ ഇവിടെ ചങ്ങരംകുളം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. കാരണം നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സിറ്റിക്ക് നമ്മൾ പേര് പറയുന്നുണ്ട് അവിടെ. ദാറ്റ് ഈസ് ചങ്ങരംകുളം. അതെന്താണ്? ദാറ്റ്സ് എ പ്രോപ്പർ നൗൺ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം കോമൺ ആൻഡ് പ്രോപ്പർ. സോ ഇപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്നൊരു പെൻ. ഓക്കെ, സോ വാട്ട് ഈസ് എ പെൻ? ഈ പെൻ ആക്ച്വലി ഇപ്പോൾ എന്തായി ഒരു കോമൺ നൗൺ ആയി. എന്നാൽ ഞാൻ ഇതിനൊരു പേരുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പേരാണ് ഇറ്റ്സ് ഈസി ഗ്രോ. ഞാൻ ഈസി ഗ്രോ എന്ന് പേരുള്ളൊരു പെന്നാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായി? ദാറ്റ്സ് എ പ്രോപ്പർ നൗൺ ബിക്കോസ് ഇറ്റ് ഹാസ് എ നെയിം. ഓക്കെ, സോ ദി നെക്സ്റ്റ് വൺ ഈസ് കോൺക്രീറ്റ് ആൻഡ് മെറ്റീരിയൽ നൗൺ. പലർക്കും സംശയമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഈ രണ്ട് ടേംസ്, കോൺക്രീറ്റ് ആൻഡ് മെറ്റീരിയൽ. നമുക്ക് ഒരു എക്സാമ്പിൾസ് വെച്ച് പോവാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ് എക്സാമ്പിൾ. ഇതെന്താണ്? ഒരു മേശയാണ്. ഇത് എന്തുകൊണ്ടുണ്ടാക്കിയ മേശയാണ്? വുഡ് കൊണ്ട് അല്ലെങ്കിൽ മരം കൊണ്ട്. സോ വാട്ട്സ് ദി മെറ്റീരിയൽ ഹിയർ? ദി മെറ്റീരിയൽ ഈസ് വുഡ്. ആ മെറ്റീരിയൽ, വുഡ് എന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തുവാണ് ഈ ടേബിൾ. വാട്ട് ഈസ് ദാറ്റ് നൗൺ? ദാറ്റ് ഈസ് കോൺക്രീറ്റ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ ഓക്കെ, എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ഇത് എന്തുകൊണ്ടുണ്ടാക്കിയൊരു പേനയാണ്? പ്ലാസ്റ്റിക് കൊണ്ട്. സോ ആ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഈ വസ്തുവാണ് പേന. സോ ഇതെന്തായി? ദിസ് ഈസ് എ കോൺക്രീറ്റ് noun. If an item which is made by a specific material is called a concrete noun. It has its own shape, structure, and it is tangible, which means we can touch and we can sense. A material noun is a name of a substance or material from which the things are made. The next one is collective noun. Collective noun എന്ന് വെച്ചാൽ ഒരു കൂട്ടം വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒറ്റ ടേമിൽ വിളിക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ടീം ഓഫ് പ്ലെയേഴ്സ്. കളിക്കാരുടെ ഒരു ടീം, അതായത് ഒരു കൂട്ടം കളിക്കാരുണ്ടാവും അതിൽ. ആ ഒരു സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്ന ടേം എന്താണ്? അതിൽ ടീം. അതുപോലെ തന്നെ ബണ്ടിൽ ഓഫ് ബുക്സ്, അതായത് ഒരു കൂട്ടം ബുക്സുകളുണ്ട്.
ആ ഒരു കൂട്ടത്തിന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ടേം എന്താണ്? ബണ്ടിൽ ഓഫ് ബുക്സ്. പലരും ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്കാണ് പോലീസ് വരുന്നേ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പോലീസ് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പോലീസ് പേഴ്സണൽ. സോ ദ പോലീസ് ഈസ് കമ്മിങ് എന്നല്ല, ദി പോലീസ് ആർ കമ്മിങ് എന്നാണ്. കാരണം പോലീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് officers. So, a collective noun is a noun that refers to a group of people, things, animal, etc. It is considered as a single unit. So, the next one is abstract noun. എന്താണ് ഈ abstract noun? അതായത് നമുക്ക് തൊടാൻ പറ്റാത്തത്. അതായത് ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. നമുക്ക് തൊടാൻ സാധിക്കില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല, ബട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. സോ എന്താണ് ഈ abstract noun? അബ്സ്ട്രാക്ട് നൗൺ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്നേഹം, വികാരം, ആശയം, ഇതിനൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് എ പെർട്ടിക്കുലർ പേഴ്സൺസ് ഐഡിയ, ഇമോഷൻസ് ഓർ എനി കൈൻഡ് ഓഫ് ക്വാളിറ്റി, ഇതിനൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാപ്പിനെസ്, വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷൻ. ആങ്കർ, അഗെയിൻ ഇറ്റ്സ് ഇമോഷൻ. ലവ്, ഇറ്റ്സ് ഓൾസോ അനദർ കൈൻഡ് ഓഫ് ഇമോഷൻ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം എന്താണ്? ഇതൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല, ഇല്ലേ? കാണാൻ സാധിക്കുന്ന സ്നേഹം നമുക്ക് കാണാൻ പറ്റൂ? ഇല്ല. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ തിങ്കിങ്, മറ്റേ കാര്യങ്ങളെല്ലാം. സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല, അതുപോലെ തന്നെ നമുക്ക് തൊടാൻ സാധിക്കില്ല. Which means we can't see, we can't touch, but we can experience. നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. An abstract noun is a noun that refers to a quality, state, idea, or any kind of emotions that is intangible, which means we can't touch, and invisible, which means we can't see, but we can experience that. So ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ടൈപ്സ് ഓഫ് നൗണിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്തൊരു സെഷനായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെയ്ക്കും ബൈ ഫോർ നൗ.